ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും, പക്ഷേ ഇന്ന് ഞാനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും ഒരുപോലെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് പകരം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പകുതി പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജ്യൂസിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ പകുതി പൈനാപ്പിളൊക്കെ എടുക്കുമ്പോൾ ചെറിയ കഷ്ണം എടുത്താൽ മതി, ഒരുപാട് വേണ്ട, ചെറിയൊരു ഫ്ലേവർ കിട്ടിയാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജാർ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടുതൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വെറൈറ്റി ടേസ്റ്റിലുള്ള പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.